5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പഴം ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ അത്യാവശ്യം നല്ല പഴുത്ത 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ വലുപ്പത്തിലുള്ളതായതുകൊണ്ടാണ് ഇവിടെ 3 എടുത്തിരിക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ 2 മതിയാകും. അത് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ്. മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് മഞ്ഞൾപ്പൊടി കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൈദ കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് മൈദ ഇതിലും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. എനിക്കിപ്പോൾ ഇവിടെ 1/2 കപ്പ് മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഈ ഒരു മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ മുറിഞ്ഞ് വീഴുന്ന ആ ഒരു ടൈപ്പ് കൂട്ടാണ് വേണ്ടത്. ഇതുപോലെ വേണം കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലൊരല്പം വെള്ളമാക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ നല്ല ബോൾ പോലെയായിട്ട് വരും. അപ്പോൾ ഇതാ ഞാനിതിപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണ നല്ല ചൂടായിരിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ മാറും, ഉള്ളോളം വെന്ത് വരില്ല. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ടെടുക്കുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പഴം ഉപയോഗിച്ചുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. എപ്പോഴും പഴംപൊരിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സൊക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.